അങ്ങനെ നമ്മൾ ഇഞ്ചത്തൊട്ടി തൂക്കുവാരത്തിൽ നേരെ മാമലക്കണ്ടത്തേക്ക് എത്തി. മുമ്പ് ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥയല്ല ഈ റോഡിനിപ്പോൾ. റോഡൊക്കെ ഇപ്പോൾ ഭയങ്കര മോശമായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്ന് കയറിപ്പോയോണ്ട് പറയുവാണ്, നിങ്ങൾ മാമലക്കണ്ടത്തേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ നേര്യമംഗലത്ത് നിന്ന് കയറി വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നിങ്ങൾ കാറിനൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അടിയൊക്കെ ഇടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം റോഡൊക്കെ അത്രയും മോശമായിട്ട് തന്നെ കിടക്കുവാണ്. നിങ്ങൾ മാമലക്കണ്ടം മുമ്പ് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ കാട്ടിൽ കൂടിയുള്ള ഈ ഒരു ഫോറസ്റ്റ് റൈഡ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിങ്ങോട്ട് കയറുമ്പോൾ മാത്രമാണ് ഇത്തിരി ആൾത്താമസമുള്ള മേഖല. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നല്ല കാടാണ്. അതുപോലെ ഇങ്ങോട്ട് ബൈക്കിന് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ട ഒരു കാര്യം പറയാം. ഈ മരത്തിൽ നിന്ന് ധാരാളം വലിയ വലിയ പുഴുക്കളൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബൈക്കിന് വരുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊക്കെ മേത്ത് കയറാൻ ചാൻസ് ഉണ്ട്. ചില സമയത്തൊക്കെ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന റോഡാണ്. എന്തായാലും ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ആനേനെയൊന്നും കാണാൻ സാധിച്ചില്ല. പക്ഷേ എന്നിരുന്നാലും ഈ കാടിലൂടെയുള്ള ഈ ഒരു യാത്ര ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്ക് പോകുന്ന വഴിക്ക് ധാരാളം വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് നിർത്തി നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പയ്യെ പോവാം. നമ്മൾ മാമലക്കണ്ടം ചെല്ലുമ്പോൾ അവിടുത്തെ കാഴ്ചകളെക്കാളും കൂടുതൽ ഈ വരുന്ന റൂട്ട് എക്സ്പീരിയൻസ് ആണ് നല്ലത്. നമ്മളെന്തായാലും ജീപ്പ് ട്രക്കിംഗ് ഒക്കെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് മാമലക്കണ്ടത്തേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീപ്പ് ട്രക്കിംഗ് എന്തായാലും എടുക്കണം. അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും ഞങ്ങൾക്ക് സമയമുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉരുളിക്കുഴി വെള്ളച്ചാട്ടം കാണാമെന്ന് ഓർത്തു. ഇതുപോലെ ഒരു ആയുർവേദ ഡിസ്പെൻസറി കാണാൻ പറ്റും. അതിനടുത്തായിട്ടൊരു സിമെൻറ്റ് ഇട്ട റോഡുണ്ട്. അതുവഴി കയറിയാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡൊക്കെ കാണാൻ പറ്റും. അത് കാരണം തന്നെ ആരുടെയും വഴിയൊന്നും തെറ്റത്തില്ല. നിങ്ങൾ വണ്ടിയായിട്ട് കൊണ്ടുപോകുന്നേക്കാളും നല്ല വണ്ടി ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇട്ടിട്ട് നടന്നു പോകുന്നതാണ്. പോകുന്ന വഴിക്ക് പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയരുതെന്നുള്ള ബോർഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വെള്ളച്ചാട്ടത്തിൽ ആഴമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ആഴമുള്ള ഭാഗമാണ്. അപ്പോൾ നീന്തൽ അറിയാവുന്നവർ മാത്രം അവിടെ ഇറങ്ങുക. അല്ലാത്തവർക്ക് കുളിക്കാൻ വേണ്ടി മേളിലൊരു ചെക്ക് ഡാമുണ്ട്. അവിടെ അധികം ആഴമൊന്നുമില്ല. അപ്പോൾ നീന്തൽ അറിയാത്തവർക്ക് അവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റും. വെള്ളച്ചാട്ടത്തിൻ്റെ ഇടക്കിടക്ക് ധാരാളം വലിയ കുഴികൾ കാണാൻ പറ്റും. അത് ഈ വെള്ളം ഇല്ലാത്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ ഈ വെള്ളം അധികമുള്ള സമയത്ത് ആരും ഇറങ്ങാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ വന്ന് ഓഫ് റോഡ് ജീപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് ഓഫ് റോഡ് എക്സ്പീരിയൻസിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ കൂടിയുള്ള ഒരു ക്രോസിങ്ങും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഒരു 4x4 വണ്ടിയാണുള്ളെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ ഇറക്കാനും വണ്ടിയൊക്കെ കഴുകാനും ഒക്കെ ഉള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതുപോലെ ട്രക്കിങ്ങിന് പോയ ജീപ്പുകളൊക്കെ ഈ വെള്ളത്തിൽ കൂടി തിരിച്ചിറങ്ങി വരുന്നതൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇനി ജീപ്പ് ട്രക്കിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.